ഇത് പെരുമ്പടവം ഗ്രാമത്തിൻ്റെ പൂർവകാല സ്മരണകളുടെ ഒരു മണ്ഡപം, സർപ്പക്കാവ്. എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ 7 ദിവസത്തെ സർപ്പം പാട്ടാണ്. ഇവിടെ നെടുമ്പുര കെട്ടി വീരാളിപ്പട്ടും കുരുത്തോലയും പൂക്കളും കൊണ്ട് അലങ്കരിച്ച പന്തലിന് താഴെ പുള്ളോനും പുള്ളോത്തിയും ചേർന്ന് വരച്ചിട്ട വർണ്ണാഭമായ സർപ്പക്കളം. 7 ദിവസവും സർപ്പം പാട്ടിന് ഗ്രാമം മുഴുവൻ ഈ സർപ്പക്കാവിനടുത്തുണ്ടാകും. എൻ്റെ കുട്ടിക്കാലത്ത് ഭസ്മക്കളം തൊട്ട് കൂട്ടക്കളം വരെയുള്ള 7 ദിവസങ്ങളിൽ രാപകൽ ഞാനിവിടെ ചിലവഴിച്ചിട്ടുണ്ട്. പുള്ളോനും പുള്ളോത്തിയും ചേർന്ന് പാടുന്ന സർപ്പം പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതം അതാണ്. ലോകത്തിലെ ഏറ്റവും ഹൃദ്യമായ സംഗീതം സർപ്പം പാട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നും എവിടെയെങ്കിലും സർപ്പം പാട്ട് കേൾക്കുമ്പോൾ എത്ര തിരക്കിനിടയിലും ഞാൻ അവിടെ നിൽക്കും. അത്രയ്ക്കിഷ്ടമാണ് എനിക്കത്. ഇത് എൻ്റെ സർഗാത്മകമായ ജീവിതത്തിൽ ഒത്തിരി സൗന്ദര്യാനുഭവങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു ഭൂമിയാണിത്. ഈ സർപ്പക്കാവിനെ പശ്ചാത്തലമാക്കി ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ആയില്യം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ നോവലാണിത്. ഈ സർപ്പം പാട്ടിൻ്റെയും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ഈ ഗ്രാമീണമായ അനുഭവങ്ങളുടെയും ഒരു സംക്ഷേപം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ നോവലിനെ കാണുന്നത്. അതിലെ കഥാപാത്രങ്ങൾ മിക്കവരും ഈ ഗ്രാമത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്നവരാണ്. എവിടെയായിരിക്കുമ്പോഴും എത്ര അകലെ ആയിരിക്കുമ്പോഴും ഈ ഗ്രാമം എൻ്റെ മനസ്സിലുണ്ട്. ഭൂമിയുടെ ഹൃദയം പോലെയുള്ളൊരു ഗ്രാമം എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. ഇടത്തരക്കാരായ ശുദ്ധമനസ്കരായ മനുഷ്യരുടെ കൂടെ ജീവിച്ചിട്ടാണ് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഞാൻ സ്വരൂപിച്ചത്. എൻ്റെ ഈ ഗ്രാമം തന്ന അനുഗ്രഹമാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത്. ഈ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു പ്രളയം എൻ്റെ ഹൃദയത്തിൽ ഇരണ്ടുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ ഗ്രാമത്തിൽ ലൈബ്രറി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആശയം ആദ്യം കൊണ്ടുവന്നത് ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുള്ള ശ്രീ പെരുമ്പടവം തോമസാണ്. പെരുമ്പടവത്തെ കുരിശുപള്ളിയിൽ അതിൻ്റെ ഒരു ഭാഗത്ത് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ ശേഖരിച്ചു വെച്ച് തോമസ് ചേട്ടനാണ് ആദ്യം ഒരു ലൈബ്രറി തുടങ്ങിയത്. കുറേ കാലം അദ്ദേഹം അത് കൊണ്ടു നടന്നു. പിന്നെ അത് പ്രവർത്തനമില്ലാതെയായി. അതിനുശേഷമാണ് ഇങ്ങനൊരു ലൈബ്രറിയെക്കുറിച്ച്, ഒരു പുതിയ ലൈബ്രറിയെക്കുറിച്ച് എല്ലാവരും ആലോചിക്കാൻ തുടങ്ങിയത്. ഞാനന്ന് കുട്ടി, 10-12 വയസ്സുണ്ടാവും എനിക്ക്. മുതിർന്ന എല്ലാ ആളുകളും ഈ ലൈബ്രറിയിൽ വരികയും ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മനയത്താട്ടുമനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിയാണ് ഈ ലൈബ്രറിക്ക് സൗജന്യമായി സ്ഥലം തന്നത് ഞങ്ങൾക്ക്. വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് കല്ലും കട്ടയും മരവും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്നാണ് ഈ ലൈബ്രറി തുടങ്ങിയത്. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഒരു സ്വപ്നം പോലെയാണ് ഈ ലൈബ്രറി സാക്ഷാത്കരിക്കപ്പെട്ടത്.
ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള വേർതിരിവുകളില്ല. ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ ക്ഷേത്രവുമൊക്കെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും സ്വന്തമാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനും പള്ളിയിലെ പെരുന്നാളിനും യാതൊരു വേർതിരിവുമില്ലാതെ ഗ്രാമം മുഴുവൻ ഒന്നിച്ചു കൂടും. ഈ പള്ളിയെ സംബന്ധിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട ചില ഓർമ്മകളുണ്ട്. ക്രിസ്മസിന് കുട്ടിക്കാലത്ത് പാട്ടുകൾ എഴുതി അതിന് ഈണം നൽകി ക്രിസ്മസ് കരോളിനോടൊപ്പം പാടി നടന്നതിൽ പ്രധാനി ഞാനായിരുന്നു. എൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരുമൊത്ത് ആ ക്രിസ്മസ് കരോളിന് പോയ വഴികളും ആ രാത്രികളും എൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വരും.